എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ജൂൺ 3 2025 വന്നിരുന്ന OINP അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് OINP തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് 3 മേജർ സ്ട്രീംസിനെയാണ് ഇപ്പം വിളിച്ചിട്ടുള്ളത്. ഇപ്പം ഇത് ഏതൊക്കെ സ്ട്രീംസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി ഒട്ടും തന്നെ സമയങ്ങളുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെയാണ് ആ 3 മേജർ സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഫോറിൻ വർക്കർ സ്ട്രീമാണ്, രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ വർക്കർ സ്ട്രീം, മൂന്നാമതായിട്ട് ഇൻ ഡിമാൻഡ് സ്കിൽസ് സ്ട്രീമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഫോറിൻ വർക്കർ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഓഫർ വേണം, 2 ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അവര്. ഇന്റർനാഷണൽ വർക്കർ സ്ട്രീമിന്റെ അകത്തെന്ന് പറഞ്ഞാൽ റീസെന്റ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം, അവർക്കും ജോബ് ഓഫർ വേണം ഒണ്ടാരിയോയിൽ നിന്ന്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഡിമാൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 4 ടയർ 5 ഉള്ള ജോബ് ഓഫർ ഒക്കെ വേണം. ഇതിന്റെ അകത്ത് ഈ ഒരു ഫോറിൻ വർക്കറിന്റെ സ്ട്രീമിന്റെ കാറ്റഗറിനകത്ത് എന്തൊക്കെ ഡ്രോസ് ആണ് വന്നിരിക്കുന്നത്, എത്ര നമ്പർ ആണ് വിളിച്ചേക്കുന്നത്, എത്ര സ്കോർ ആണ് വന്നിരിക്കുന്നത്, ഏത് സമയത്താണ് ആൾക്കാർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്, അത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അണ്ടറിൽ, അതായത് ഫോറിൻ വർക്കർ സ്ട്രീമിന്റെ അണ്ടറിൽ വന്നിരിക്കുന്നത് നോർത്തേൺ ഒണ്ടാരിയോ ടാർഗറ്റ് ഡ്രോ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് 391 ഇൻവിറ്റേഷൻസ് ആണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 3 2024 മുതൽ ജൂൺ 3 2025 ആ ഒരു ടൈം ഫ്രെയിമിൽ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സ്കോർ എന്ന് പറഞ്ഞാൽ 56+ ആണ് ഈ ഒരു സ്ട്രീമിന്റെ അണ്ടറിൽ വന്നേക്കുന്നത്. ഇതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൈഡ് കാനഡയ്ക്കുള്ളിലായിരിക്കണം നിൽക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബാച്ചിലർ ഡിഗ്രി ആയിരിക്കണം അവർക്ക് വേണ്ടിയിരിക്കുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ റെഡി ടാർഗറ്റ് ഡ്രോ ആണ് വന്നേക്കുന്നത്. ഇതിന്റെ അകത്ത് ഇൻവിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 411 ഇൻവിറ്റേഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ അകത്തും പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് 2024 ജൂൺ 3 മുതൽ 2025 ജൂൺ ആ ഒരു ടൈം ഫ്രെയിമിൽ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ഇൻവിറ്റേഷൻസ് വന്നിട്ടുള്ളത്. സ്കോർ എന്ന് പറഞ്ഞാൽ 32+ ആണ് സ്കോർ വന്നേക്കുന്നത്. ഇതിന്റെ അകത്ത് വന്നേക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ റെഡി ഈ ഒരു കാറ്റഗറിയിൽ കിട്ടണമെങ്കിലും നിങ്ങൾ എന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാനഡയ്ക്ക് ഉള്ളിലായിരിക്കണം താമസിക്കേണ്ടിയിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ കാറ്റഗറി. ഇതിന്റെ അണ്ടറിൽ വന്നേക്കണമെന്ന് പറഞ്ഞാൽ കരിയർ ഡെവലപ്മെന്റ് പ്രാക്ടീഷണർ ആൻഡ് കൺസൾട്ടേഴ്സ് ഡ്രോ ആണ് വന്നേക്കുന്നത്. ഇൻവിറ്റേഷൻസ് 5 ഇൻവിറ്റേഷൻസ് ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ളൂ. സ്കോർ കുറച്ച് കൂടുതലാണ്, 45+ ആണ് സ്കോർ വന്നേക്കുന്നത്. ഇതിന്റെ NOC കോഡ് എന്ന് പറഞ്ഞാൽ 41321 ആ ഒരു NOC കോഡിന്റെ അണ്ടറിലാണ് ഈ ഒരു ഇൻവിറ്റേഷൻസ് വന്നേക്കുന്നത്. ഇതും കാൻഡിഡേറ്റ്സ് കാനഡയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കണം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ സ്ട്രീമാണ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സ്ട്രീമാണ്. ഈ ഒരു സ്ട്രീമിന്റെ അണ്ടറിൽ 4 കാറ്റഗറിയിലാണ് ഇൻവിറ്റേഷൻസ് നടന്നിട്ടുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഒണ്ടാരിയോ ടാർഗറ്റ് ഡ്രോ ആണ് നടന്നേക്കുന്നത്. 334 ആണ് ഇൻവിറ്റേഷൻസ് വന്നിട്ടുള്ളത്. സ്കോർ എന്ന് പറഞ്ഞാൽ 85+ സ്കോർ ആണ് വന്നേക്കുന്നത്. ഇതും കാൻഡിഡേറ്റ്സ് കാനഡയ്ക്കുള്ളിലാണ് താമസിക്കേണ്ടത്, ബാച്ചിലർ ഡിഗ്രി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ ഒണ്ടാരിയോ ടാർഗറ്റ് ഡ്രോ ആണ്. അതായത് ഈ OINP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഒണ്ടാരിയോയിലും നോർത്തേൺ ഒണ്ടാരിയോയുടെയും ആ ഒരു പോപ്പുലേഷൻസ് ഇൻക്രീസ് ചെയ്യത്തക്ക രീതിയിലാണ് ഇവർ ഓരോ പ്രോഗ്രാംസും ഇതിന്റെ അണ്ടറിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിന്റെ അകത്ത് വന്നേക്കുന്നത് 493 ഇൻവിറ്റേഷൻസും 54+ഉമാണ് വന്നേക്കുന്നത്. സ്കോർ വന്നേക്കുന്നത് ബാച്ചിലർ ഡിഗ്രി വേണം, കാനഡയ്ക്കുള്ളിലായിരിക്കണം താമസിക്കേണ്ടത്. ഇനി അടുത്ത റെഡി ടാർഗറ്റ് ഡ്രോയ്ക്കകത്ത് 363 ഇൻവിറ്റേഷൻസ് വന്നിട്ടുണ്ട്. സ്കോർ എന്ന് പറഞ്ഞാൽ 60+ ആണ് വന്നേക്കുന്നത്. സെയിം കണ്ടീഷൻസ് തന്നെയാണ്. ഇനി നാലാമത് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ടീമിന്റെ അണ്ടറിൽ വന്നേക്കണേന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഒക്കുപേഷൻ ഡ്രോസ് ആണ്. ഈ ഹെൽത്ത് കെയർ ഒക്കുപേഷൻ ഡ്രോസിന്റെ അകത്താണ് കൂടുതൽ ഇൻവിറ്റേഷൻസ് വന്നിട്ടുള്ളത്. അതായത് 1350 ഇൻവിറ്റേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ OINPക്കകത്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ഡ്രോ നടന്നിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ ഹെൽത്ത് കെയർ ഒക്കുപേഷൻ ഡ്രോസ് എന്ന് പറഞ്ഞത്. സ്കോർ എന്ന് പറഞ്ഞാൽ 68+ ആണ് വന്നേക്കുന്നത്. സെയിം കണ്ടീഷൻസ് തന്നെയാണ് ഇതിനുള്ളത്. അടുത്തത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻ ഡിമാൻഡ് സ്കിൽ സ്ട്രീം ആണ്. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഏരിയയിൽ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള സ്കിൽസിനുള്ള ആൾക്കാരെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇതിന്റെ അകത്ത് വന്നേക്കുന്ന ഡ്രോസ് എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയിലാണ് ഇതിന്റെ അണ്ടറിൽ ഡ്രോസ് വന്നേക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നോർത്തേൺ ഒണ്ടാരിയോ ടാർഗറ്റ് ഡ്രോ ആണ്. ഇതും ഇൻവിറ്റേഷൻസ് 89 ആണ്. സ്കോർ എന്ന് പറഞ്ഞാൽ 32+ ആണ് സ്കോർ വന്നേക്കുന്നത്. പിന്നെ റെഡി ടാർഗറ്റ് ഡ്രോസ് ആണ്. 69 ഇൻവിറ്റേഷൻസ് വന്നിട്ടുണ്ട്. സ്കോർ എന്ന് പറഞ്ഞാൽ 23+ ആണ് സ്കോർ വന്നേക്കുന്നത്. ഇനി ഹെൽത്ത് കെയർ ഒക്കുപേഷൻ ഡ്രോ ഇതിന്റെ അണ്ടറിൽ വന്നേക്കുന്നതിനകത്ത് 214 ഇൻവിറ്റേഷൻസ് ആണ് വന്നിട്ടുള്ളത്. 34+ ആണ് സ്കോർ വന്നേക്കുന്നത്. നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോന്നിന്റെയും NOC കോഡ് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. കാരണം NOC കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ ഈ ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻസ് കിട്ടാൻ ചാൻസസ് ഉണ്ടോ എന്ന്. അപ്പൊ ഈ OINP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ ഒണ്ടാരിയോ ഇൻക്ലൂഡ്, അതായത് അവിടെയുള്ള സിറ്റീസിലും ഈസ്റ്റേൺ ഒണ്ടാരിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സിറ്റീസിന്റെ എക്കണോമിക് ഗ്രോത്ത്
വർത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ OINP അണ്ടറിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻവിറ്റേഷൻസ് കിട്ടുന്നത്. അപ്പം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് IRCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടോ, അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടോ, അതുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് വീഡിയോ വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിൽ കാണാം. അതുവരെ ബൈ.